അസ്സലാമു അലൈക്കും. ഇപ്പോൾ നമ്മളിന്ന് ക്ലാസ് എടുക്കാൻ പോകുന്ന 7ാം ക്ലാസ്സിലെ കുറച്ച് പോർഷനാണ് കേട്ടോ. അതായത് 7ാം ക്ലാസ്സിലുണ്ട് ഡ്രോയിങ് ട്രയാങ്കിൾസ്, അതേപോലെ തന്നെ ത്രികോണങ്ങളുടെ നിർമ്മിതി പറഞ്ഞിട്ട് ചാപ്റ്റർ. അപ്പോൾ ആ ചാപ്റ്ററിൽ ത്രികോണങ്ങളുടെ ഓരോ മെഷേഴ്സ് തരും, ഓരോ അളവുകൾ തരും. ചിലപ്പോൾ 3 സൈഡാണ് തരിക, ചിലപ്പോൾ ചില സമയങ്ങളിൽ 2 സൈഡും ഒരു ആംഗിളും തരും. അതല്ലെങ്കിൽ 2 ആംഗിളും ഒരു സൈഡ് തരും, അതല്ലെങ്കിൽ 2 ആംഗിളും 2 ആംഗിളും, അങ്ങനെ 3 ടൈപ്പാണ്. അപ്പോൾ ഒന്നാമത്തേത് നമ്മൾ ചെയ്യാൻ പോണത് എന്താ അറിയോ, 3 സൈഡ് തന്നാൽ എങ്ങനെയാണ് ട്രയാങ്കിൾ വരയ്ക്കുക. 3 സൈഡ് തന്നാൽ ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പോൾ ഞാൻ ഒരു ട്രയാങ്കിൾ ABC എന്നൊരു ട്രയാങ്കിൾ ABC, അതിൽ 3 സൈഡ് തന്നിട്ടുണ്ട്. AB സമം 7 സെൻറ്റിമീറ്റർ, BC സമം BC ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ ആൻഡ് AC ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറയുക, ഫസ്റ്റിൽ അതിലേറ്റവും ബിഗ്ഗസ്റ്റ് സൈഡ് സ്കെയിൽ ഉപയോഗിച്ച്, നിങ്ങളെ സ്കെയിലുണ്ടാവും അത് ഉപയോഗിച്ചിട്ട്, റോളർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വരയ്ക്കുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരയ്ക്കുക. എന്താണ്, ജസ്റ്റ് സ്കെയിൽ കൊണ്ട് എന്ത് ചെയ്യുക, ഒരു 7 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. എന്നിട്ട് അപ്പം തന്നെ അതിന് പേരിടുക. എന്താണ് അതിൻ്റെ പേര്, AB. എന്താണ് AB. അതിൻ്റെ മെഷറും ഇവിടെ ഇത് എത്രയാണ്, 7 സെൻറ്റിമീറ്റർ. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ അറിയോ, പിന്നെ തന്ന അളവ് ഒന്ന് BC ആണ്. BC എന്ന് പറയുന്നത് ഇവിടുന്ന് അല്ലേ, പിന്നെ AC ആണ് ഇവിടുന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറോ, അടുത്ത് നിങ്ങൾ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുക്കുമ്പോൾ കോമ്പസിൻ്റെ ഈ പെൻസിൽ വളരെ ഷാർപ്പായിരിക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് ലെവലിലായിരിക്കണം. അപ്പോൾ ഇവിടെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ലെവലിലാണോ എന്നറിയാം. ഓക്കെ, ലെവലിലാണ്, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത് ചെയ്യേണ്ടത് സ്കെയിലെടുക്കുക. സ്കെയിലെടുത്തിട്ട് 0ൻ്റെ അവിടെ നമ്മൾ കുത്തുക. 0ൻ്റെ അവിടെ കുത്തി വെക്കുക. എന്നിട്ട് ആദ്യം BC അല്ല വരയ്ക്കണേ, BCൻ്റെ അളവ് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ എടുക്കുക. 6 സെൻറ്റിമീറ്റർ എടുത്തു. എന്നിട്ട് അത് BCൻ്റെ അളവായതുകൊണ്ട് Bയിൽ കുത്തി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഇത്ര മതി കേട്ടോ. ഇവിടെ ആയിരിക്കും നമുക്ക് വരക്കല്ലേ. അപ്പോൾ ഈ Bന്ന് 6 സെൻറ്റിമീറ്ററിലുള്ള എല്ലാ പോയിൻറ്റും ഇവിടെ കിട്ടി. അത് വേണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് വരക്കട്ടോ, ഒന്നും കുഴപ്പമില്ല. എനിക്ക് ഇവിടെ ആവശ്യം ഉണ്ടാവുന്നതിന് ഇവിടത്ത് മാത്രം വരച്ചാൽ. അപ്പോൾ ഈ പോയിൻറ്റുകൾ മുഴുവൻ കിട്ടി. ഇനി നമുക്ക് Aന്ന് Cക്കുള്ള അകലം 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ Aന്നുള്ള പോയിൻറ്റും നമുക്ക് അതേപോലെ കണ്ടുപിടിക്കാം. Aന്നുള്ള പോയിൻറ്റും അതേപോലെ സ്കെയിൽ വെച്ചിട്ട് 5 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് വരയ്ക്കുക. ഇപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടി, ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി, ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി, ക്രോസ് ചെയ്യണ ഒരു പോയിൻ്റ് കിട്ടി. ഇനി ഞാൻ ആ പോയിൻ്റിക്ക് എന്ത് ചെയ്തു, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ലൈന് വരച്ചു. അതേപോലെ തന്നെ ഇവിടുന്നും ഒരു ലൈൻ വരച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3 സൈഡും കിട്ടി. 3 സൈഡും കിട്ടി. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് 3 സൈഡ് തന്നാൽ 3 sides of a triangle. If you have 3 sides of a triangle, you can draw a triangle. അപ്പോൾ 3 സൈഡും തന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു ട്രയാങ്കിൾ വരക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ BCൻ്റെ അവിടെ നമ്മൾ എത്രയാണ് BC
6 സെൻറ്റിമീറ്റർ, എ സി 5 സെൻറ്റിമീറ്റർ. കണ്ടോ? ഇനി ഇത് 3 അളവ് ഞാൻ തരും. ഈ 3 അളവ് തന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ത്രികോണം വരക്കണം. ട്രയാങ്കിൾ പി ക്യു ആർ, പി ക്യു സമം 7 സെൻറ്റിമീറ്റർ. അതേപോലെ തന്നെ ക്യു ആർ സമം 8 സെൻറ്റിമീറ്റർ. പിന്നെ ഏതാ? പി ക്യു, ക്യു ആർ, പി ആർ. പി ആർ സമം 5 സെൻറ്റിമീറ്റർ. ഇത് നിങ്ങൾ വരയ്ക്കുക. പിന്നെ ഒന്ന് ട്രയാങ്കിൾ എ ബി സി, എ ബി സമം 9 സെൻറ്റിമീറ്റർ. ബി സി സമം 7 സെൻറ്റിമീറ്റർ. എ സി സമം 6 സെൻറ്റിമീറ്റർ. ഓക്കെ. അപ്പോൾ ഈ ട്രയാങ്കിൾ നിങ്ങൾ വരയ്ക്കുക. ഈ ഒന്നല്ല 2 ട്രയാങ്കിൾ, എ ബി, ഇത് രണ്ടും എനിക്ക് അയച്ചു തരിക. അപ്പോഴേ എനിക്ക് നിങ്ങൾ വീഡിയോ കണ്ടെന്നും വീഡിയോ മനസ്സിലാക്കിയെന്നൊക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഹോംവർക്ക് ഞാൻ വേറെ തരൂല. ഇത് കണ്ടിട്ട് ഇതിലെ ഹോംവർക്ക് ഇങ്ങനെ ചെയ്യണം. മനസ്സിലായോ? അളവ് മനസ്സിലായില്ലേ? എ പി ക്യു എടോ. ഇനി അങ്ങനെ ആർക്കെങ്കിലും മനസ്സിലാകത്തലുണ്ട് ഈ വീഡിയോ കണ്ടവർ എനിക്ക് വിളിച്ച് ചോദിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ അതാണ് ഒരു മെത്തേഡ്. പിന്നെ അടുത്ത മെത്തേഡ് എന്താ പറയുക? അടുത്ത മെത്തേഡ് ഒരു ട്രയാങ്കിളിൻ്റെ ട്രയാങ്കിൾ പി ക്യു ആർ, ട്രയാങ്കിൾ പി ക്യു ആർ, പി ക്യു സമം 7 സെൻറ്റിമീറ്റർ, പി ആർ സമം 5 സെൻറ്റിമീറ്റർ, ആംഗിൾ പി സമം 60 ഡിഗ്രി, 60 ഡിഗ്രി. ഇതെങ്ങനെ വരക്കണം? ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 7 സെൻറ്റിമീറ്ററിൽ പി ക്യു വരക്കണം. 7 സെൻറ്റിമീറ്ററിൽ പി ക്യു സ്കെയിൽ വെച്ചിട്ട് വരക്കണം. 7 സെൻറ്റിമീറ്ററിൽ പി ക്യു വരച്ചു. അതിനപ്പം തന്നെ പേരിട്ടു. എന്താണ്? പി ക്യു 7 സെൻറ്റിമീറ്റർ. ഇനി ആംഗിള് പ്രൊട്രാക്ടർ എടുക്കുക. ആംഗിൾ പി 60 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ഇവിടെ വെച്ചിട്ട് ആംഗിൾ പി അടയാളപ്പെടുത്തും. ആംഗിൾ പി 60 ഡിഗ്രി. ഇതാണ് 60 ഡിഗ്രി. എന്നിട്ട് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കും. ഓക്കെ. ഇതിലെ ഒരു ലൈൻ വരച്ചു. ഇനി ഇപ്പോൾ പി ക്യു കിട്ടി. പി ആർ, ഈ പി ആർ എന്ന് പറയുന്നത് ഈ ലൈനിലായിരിക്കും. ഈ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും പി ആർ. പി ആർ അല്ല, ആർ എന്ന് പറയുന്ന പോയിൻ്റ്. അതെന്താണെന്നോ? പിന്ന് 5 സെൻറ്റിമീറ്റർ അകലത്തിലാണ്. പി ആർ ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? 5 സെൻറ്റിമീറ്ററിൽ കോമ്പസിലെടുത്തു. 5 സെൻറ്റിമീറ്ററിൽ നമ്മളെ കോമ്പസിൽ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു ആർച്ച് വരച്ചു. അപ്പം നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി. അതാണ് ഈ പറയുന്ന ആറ്. അതാണ് ഈ പറയുന്ന ആറ്. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ സ്കെയിൽ കൊണ്ട് ഈ പോയിൻ്റിൽ നിന്ന്
ഈ ക്രോസ് ചെയ്യുന്ന പോയിൻ്റ് തന്നെ കേട്ടോ, വേറൊരു പോയിൻ്റ് അവിടെ ഉണ്ടാവും. നമ്മൾ നേരത്തെ ആംഗിൾ മാർക്ക് ചെയ്തേ അതും ഇതും വ്യത്യാസമുണ്ട് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു, ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 6 കിട്ടി. എന്ത് കിട്ടി, 6 കിട്ടി. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടിയിരുന്നു എത്രയാണ്, 60 ഡിഗ്രി. അത് മാർക്ക് ചെയ്യുക. ഇത് 5 സെൻറ്റിമീറ്റർ. ഇത് നമുക്ക് മാർക്ക് ചെയ്യണമെന്നില്ല, വേണ്ട. അപ്പോൾ അങ്ങനെ ഇതേ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. മനസ്സിലായല്ലോ? ആദ്യം നമ്മൾ ലൈന് വരച്ചു, പിന്നെ നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്തു, എന്നിട്ട് പിന്നെ ആംഗിളിൽ ഒരു ആരോ വരച്ചിട്ട് ഒരു ആർച്ച് വരച്ചിട്ട് നമ്മൾ ആ പോയിൻ്റ് കണ്ടുപിടിച്ചു, എന്നിട്ട് അത് ക്രോസ് ചെയ്തു. ഇനി അടുത്ത് നോക്ക്, ആംഗിൾ എ ബി സി, എ ബി സി, ട്രയാങ്കിൾ എ ബി സി. എ ബി 6 സെൻറ്റിമീറ്റർ. പിന്നെ ആംഗിൾ ബി ഒരു 45 ഡിഗ്രി. ബി സി 5 സെൻറ്റിമീറ്റർ. 5 സെൻറ്റിമീറ്റർ വരയ്ക്കും. അപ്പോൾ നമ്മൾ ആദ്യം എ ബി വരയ്ക്കുന്നു. എ ബി ഇവിടെ വരയ്ക്കുന്നു. എ ബി 5 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുന്നു. എ ബി 6 സെൻറ്റിമീറ്റർ, സോറി 6 സെൻറ്റിമീറ്ററിൽ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഇതിൽ നമ്മൾ ചെയ്യാൻ പോണ എന്താണെന്നോ അതിനപ്പം തന്നെ പേരിട്ടു. എന്താണ്, എ ബി. പിന്നെ ഈ ബിയിൽ ഒരു ആംഗിൾ ഉണ്ട്, ബിയിലൊരു ആംഗിൾ ഉണ്ട്. എന്താ ബിയിലെ ആംഗിൾ, 50 ഡിഗ്രി. ബിയിലെ ആംഗിൾ എത്രയാണ്, അല്ല 45 ഡിഗ്രിയാണ്. അപ്പോൾ 10, 20, 30, 40, 45. 45 ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. 45 40ൻ്റെയും 50ൻ്റെയും ഇടയിലുള്ളത് അല്ലേ, അതാണ് 45 മാർക്ക്. ഇവിടുന്ന് എടുക്കരുത് കേട്ടോ, ആംഗിൾ എപ്പോഴും ഈ സൈഡിൽ നിന്ന് എടുക്കണം കേട്ടോ. ഇവിടെയാണ് നമ്മൾ ലൈന് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ അറിയാതെ ഇവിടുന്ന് എടുത്തിട്ട് 40, 45 മാർക്ക് ചെയ്യരുത്. ആംഗിൾ വരക്കണത് ഞാൻ 6ാം ക്ലാസ്സിൽ നിന്ന് ശരിക്കും പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ അടുത്ത ക്ലാസ്സിലൊക്കെ. അപ്പോൾ ആംഗിൾ ഇങ്ങോട്ട് വരക്കും കേട്ടോ. ഇനി എന്ത് ചെയ്യുക, സ്കെയിൽ കൊണ്ട് ഇത് വരക്കുക. കണ്ടോ, ഇതിൽ വരച്ചു. ഇനി അടുത്തത് ആംഗിൾ ബി വരച്ചു. അത് നമ്മൾ എത്രയാണ്, 45 ഡിഗ്രി. 45 ഡിഗ്രി. ഇനി ബി സി എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് 5 സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നമ്മൾ കോമ്പസിൽ എന്ത് ചെയ്യുക, 5 സെൻറ്റിമീറ്റർ എടുക്കുക. കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ എടുക്കുക. ഓൾറെഡി എടുത്തുണ്ട് കേട്ടോ. അവിടെ 5 സെൻറ്റിമീറ്ററിൽ എടുത്തുകൊണ്ട് നമ്മളിവിടെ ഒരു ആർച്ച് വരയ്ക്കുക. ഓക്കെ, ആ ആർച്ചിൽ ഞാൻ ഇവിടെ ഒരു പോയിൻ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ജോയിൻ ചെയ്യിപ്പിക്കുക. ഇത് രണ്ടും ജോയിൻ ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇപ്പോൾ 3 കിട്ടിയില്ല, അല്ല ഇത് 3 വരച്ചല്ലോ ഇപ്പം നമ്മൾ അല്ലേ. ഇപ്പോൾ ഇനി ഈ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി, അതായത് 2 സൈഡും ഒരു ആംഗിളും വന്നാൽ. അപ്പോൾ ഞാൻ ഒരു 3 ക്വസ്റ്റ്യൻ തരും, 2 ക്വസ്റ്റ്യൻ തരികയാണ്. ആദ്യം ട്രയാങ്കിൾ XYZ വരക്കുക. XYZ
വൈ സെഡ്. അതിൽ എന്തൊക്കെ തന്നിക്കണായിരുന്നു? എക്സ് വൈ ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ, വൈ സെഡ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ, angle y equal to 40 degree. 40 degree. ഒന്ന് എ. അടുത്ത ബി. ട്രയാങ്കിൾ പി ക്യു ആർ. പി ക്യു സമം 7 സെൻറ്റിമീറ്റർ, ആംഗിൾ പി സമം 70 ഡിഗ്രി. പി എ ആർ സമം 6 സെൻറ്റിമീറ്റർ. ഇത് രണ്ടും നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ ഈ ഹോംവർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതുക എന്നിട്ട് വരയ്ക്കുക, ഈ ക്വസ്റ്റ്യൻ എഴുതുക അതിൻ്റെ വരയ്ക്കുക, അങ്ങനെ വരക്കണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്ന്, അപ്പോൾ കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഇത് രണ്ടും നിങ്ങൾ വരയ്ക്കുക. ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യനും കൂടെ തരുന്നു. ആ ക്വസ്റ്റ്യന് 2 ട്രയാങ്കിൾ തന്നിട്ട് ഒരു ലൈനും 2 ട്രയാങ്കിളും, ഒരു സൈഡിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്, 2 ട്രയാങ്കിളും തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സി. എ ബി ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. പിന്നെ തന്നിട്ടുണ്ട് ആംഗിൾ എ ഈക്വൽ ടു 40 ഡിഗ്രി, ആംഗിൾ ബി ഈക്വൽ ടു 60 ഡിഗ്രി. ഇതെങ്ങനെ വരയ്ക്കാമെന്ന് കൂടി നോക്കുക. ഇത് ഫസ്റ്റിൽ എ ബി വരയ്ക്കുന്നു. 8 സെൻറ്റിമീറ്റർ അല്ലേ? എ ബി 8 സെൻറ്റിമീറ്റർ. എ ബി 8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. എ ബി 8 സെൻറ്റിമീറ്റർ. ഇനി വളരെ സിമ്പിളാണ്. ആംഗിൾ എ എന്ന് പറയുന്നത് എത്രയാണ്? ആംഗിൾ എ 40 ഡിഗ്രി. അപ്പം ഞാൻ 40 ഡിഗ്രിയിൽ ഇവിടുന്ന് ഇങ്ങോട്ട് 40 ഡിഗ്രിയിൽ ഒരു പോയിൻ്റ് ചെയ്തു. ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു. സ്കെയിൽ കൊണ്ട് വരക്കണം കേട്ടോ. മനസ്സിലായില്ലേ? അത് വരച്ചു. ഇനി അതേപോലെ ആംഗിൾ ബി 60 ഡിഗ്രിയാണ്. ഇവിടെ വെക്കുന്നു. വളരെ സിമ്പിളാട്ടത്. 60 ഡിഗ്രി ഇവിടെ വെക്കുന്നു. ഇവിടുന്ന് 60 ഡിഗ്രിയിൽ ഞാൻ ഒരു പോയിൻ്റ് ചെയ്യണു. മനസ്സിലായോ? ഇവിടെ ഒരു പോയിൻ്റ് 60 ഡിഗ്രിയിൽ ചെയ്യുന്നു. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരക്കുന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എന്ത് കിട്ടി? ഇവിടെ 8 സെൻറ്റിമീറ്റർ
ഈ രണ്ട് ആംഗിളും നമുക്കറിയും. എത്രയാണ്? ഇത് 60 ഡിഗ്രി, ഇത് 40 ഡിഗ്രി. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ 40 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി. ഇനി നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തന്നിരുന്നു. എന്താണ് ആ ടാസ്ക് അറിയും? ഒരു ഈക്വൽ ട്രയാങ്കിൾസിൽ എല്ലാ കോണും ഈക്വലാണെങ്കിൽ, എല്ലാ ആംഗിളും ഈക്വലാണെങ്കിൽ അതിൻ്റെ വശങ്ങളും സൈഡ്സും ഈക്വലാണോ അല്ലേ എന്നൊരു ചോദ്യം. അതിന് ആരും ഉത്തരം ശരിക്ക് തന്നിട്ടില്ല. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ആർക്കും ഇത് അറിയില്ല. ഇതാരും 7ാം ക്ലാസ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ 0 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ പോർഷൻ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം നിങ്ങൾ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് നോക്കി ഒന്ന് വായിച്ച് നോക്കുകയൊക്കെ വേണം. എല്ലാ 7ാം ക്ലാസ്സും എടുത്താൽ നമുക്കൊരു കൊല്ലത്തെ ക്ലാസ് നമ്മൾ ഈ കൊല്ലം എടുക്കുകയാണെങ്കിൽ നമുക്ക് 8ാം ക്ലാസ്സിൽ എടുക്കാൻ നേരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും കൂടി സഹകരിക്കണം. അപ്പോൾ അതൊക്കെ ഇപ്പോൾ 7ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നു. ഇപ്പോൾ ABC എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്, ബി എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എത്രയാണ് നിങ്ങൾക്ക് അറിയാം. ഇത് രണ്ടും 100 ആണെങ്കിൽ ഇത് എത്രയേക്കാരം? 80. ഉറപ്പല്ലേ? അപ്പോൾ ഇതേ അളവിൽ ഇതേ ആംഗിൾ ഇതന്നെ കേട്ടോ. ആംഗിൾ ഇതന്നെ, സെയിം അളവുള്ള ആംഗിളുള്ള വേറൊരു ട്രയാങ്കിള് അത് നിങ്ങളോട് വരയ്ക്കാൻ പറയണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ എല്ലാ സൈഡ്സിൻ്റെ അളവും ഇതിൻ്റെ സൈഡ്സിൻ്റെ അളവും തുല്യമാണോ നോക്കുക. മനസ്സിലായോ? ഇതിൻ്റെ സൈഡ്സിൻ്റെ അളവും വരാൻ പോണ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ അളവും തുല്യമാണോ നോക്കുക. നമ്മൾ പറഞ്ഞാൽ എന്താണ്? ആംഗിൾ തുല്യമാണെങ്കിൽ സൈഡും തുല്യമാണോ എന്നല്ലേ ചോദ്യം. അപ്പോൾ ആംഗിൾ തുല്യമായിരിക്കുമല്ലോ. ഈ ആംഗിൾ തന്നെ ആയിരിക്കും ഇനി വരാൻ പോണ ക്വസ്റ്റ്യനിലെ ആംഗിളും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇതാണ്: ട്രയാങ്കിൾ PQR. ട്രയാങ്കിൾ PQR. അതിൽ PQ സമം 7 സെൻറ്റിമീറ്റർ, ആംഗിൾ P സമം 40 ഡിഗ്രി, ആംഗിൾ Q സമം 60 ഡിഗ്രി. അപ്പോൾ ഈ ട്രയാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് ഈ ഇതും വരയ്ക്കുക. ഇത് വരക്കുമല്ലോ നിങ്ങൾ അല്ലേ? നിങ്ങൾ ഈ പറഞ്ഞ ഹോംവർക്ക് അല്ലാത്ത ഇതും ചെയ്യണം കേട്ടോ. ഇതും ചെയ്തിട്ടേ ഹോംവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്തതും നിങ്ങൾ വീഡിയോ കണ്ട് ചെയ്തിട്ട് ശേഷമാണ് നിങ്ങൾ ഹോംവർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതും ഈ ട്രയാങ്കിളും തമ്മിൽ കമ്പയർ ചെയ്യുക. ആംഗിളൊക്കെ ഈക്വലായിരിക്കും. അപ്പോൾ ആംഗിളൊക്കെ ഈക്വലാണെങ്കിൽ സൈഡും ഈക്വലാവുന്നല്ലേ നിയമം പറയണത്, ആണോ അല്ലേ എന്നല്ലേ ചോദ്യം. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ പറയാം. അപ്പോൾ നിങ്ങൾ ആരും മാൻ ഓഫ് ദി വീക്ക് അല്ല സ്റ്റുഡൻറ്റ് ഓഫ് ദി വീക്കായിട്ട് ആരും സെലക്ട് ചെയ്തില്ല. ആരും അത് ട്രൈ ചെയ്തില്ല. ആരും അത് ശരിയായ അതിൻ്റെ ഇതിനോട് ചോദിക്കുകയും ചെയ്തില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം. ഇപ്പം ഞാൻ എന്ത് ചെയ്തു? 2 ആംഗിൾ തന്നു, ഒരു സൈഡും തന്നു, ഇവിടെയും തന്നു. അപ്പോൾ ആംഗിളൊക്കെ ഈക്വലായിരിക്കും. അപ്പോൾ സൈഡും ഈക്വൽ ആകുന്നുണ്ടോ അല്ലേ, അതാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ഈ വർക്ക് നിങ്ങൾ ചെയ്യുക. മനസ്സിലായോ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഇനി വേറെ നിങ്ങളെ ഇതിൽ ഒരു വിക്ടർ ചാനൽ കണ്ടവർ, വിക്ടർ ചാനലിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് വിക്ടർ ചാനലിൻ്റെ ക്വസ്റ്റ്യൻ എന്നറിയാം? അതായത് ഒന്നിൻ്റെ പെരിമീറ്റർ, ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ, അതായത് ചുറ്റളവ് 15 സെൻറ്റിമീറ്ററാണ്. 15 സെൻറ്റിമീറ്ററാണ്. ഒരു സൈഡ് 6 സെൻറ്റിമീറ്ററുമാണ്. 6 സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ട്രയാങ്കിൾ അങ്ങനത്തെ വരക്കാം? അതാണ് ചോദ്യം. എത്ര ട്രയാങ്കിൾ അതുപോലത്തത് വരക്കാം? അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ പറയുക? ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ പ്രത്യേകത എന്താ പറയുക? 3 സൈഡ് തന്നാൽ അത് ട്രയാങ്കിൾ വരക്കാൻ പറ്റുമോ വരക്കാൻ പറ്റൂലേ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എങ്ങനെ അറിയാം? അതിൻ്റെ ഏറ്റവും വലിയ സൈഡ്
ഏറ്റവും വലിയ സൈഡ് എടുക്കുക. അതിനേക്കാൾ കൂടുതലായിരിക്കണം മറ്റു രണ്ട് സൈഡുകളുടെ തുക. ചെറിയ രണ്ട് സൈഡുകളുടെ സമ്മ് ഈ വലിയ സൈഡിനേക്കാൾ കൂടുതൽ വേണം. മനസ്സിലായോ? ഇപ്പോൾ 7 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ ഇങ്ങനെ തന്നിക്കണമെന്ന് വിചാരിക്കുക. ഇവിടെ ബിഗ്ഗസ്റ്റ് സൈഡ് ഏതാണ്? 7 ആണ്. ഇതിൻ്റെ സമ്മ് എത്രയാണ്? 7 ആണ്. അപ്പം എന്ത് ചെയ്യണം? ഇത് വരക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഇപ്പോൾ നിങ്ങളിവിടെ ഒരു സൈഡ് വരച്ചു, ഒരു സൈഡ് ഇവിടെ 7 സെൻറ്റിമീറ്ററിൽ വരച്ചു എന്ന് വിചാരിക്കും. 7 സെൻറ്റിമീറ്ററിൽ ഒരു സൈഡ് വരച്ചു. എന്നിട്ട് നിങ്ങൾ 4 സെൻറ്റിമീറ്റർ കോമ്പസ് എടുത്തിട്ട് 4 സെൻറ്റിമീറ്ററിൽ കോമ്പസ് എടുത്തിട്ട് ഒരു ആർക്ക് വരച്ചു. മനസ്സിലായോ? ഒരാർക്ക് വരച്ചു. 3 സെൻറ്റിമീറ്ററിൽ കോമ്പസ് എടുത്തിട്ട് വേറൊരാർക്കും വരച്ചു. 3 സെൻറ്റിമീറ്റർ കോമ്പസ് ഇട്ട് വേറൊരാർക്കും വരച്ചു. അത് തമ്മിൽ ഇങ്ങനെയാണ് കൂട്ടി യോജിക്കുക. അത് ഒരിക്കലും ടച്ച് ആവില്ല. കാരണം എന്താണ്? ഇത് മൊത്തം 7 സെൻറ്റിമീറ്ററാണ്. ഇത് മൊത്തം എത്രയാണ്? 7 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 7 സെൻറ്റിമീറ്ററിൽ 4ഉം 3ഉം വരച്ചാൽ അത് മേലൊരിക്കലും ക്രോസ് ആവില്ല. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ടെസ്റ്റ്. അപ്പോൾ നമുക്ക് ആംഗിൾ വരക്കാൻ കഴിയുമോ? ട്രയാങ്കിൾ വരക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് കൂടുതലാകണം. ഇത് 4ഉം ഇത് 5ഉം ആണെങ്കിൽ ഒന്ന് ഇങ്ങനെയാണ് പോവുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ബിന്ദു കിട്ടും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ വരച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് വരച്ച് നോക്കിയ കാര്യം മനസ്സിലാവും. ഇപ്പോൾ വേറൊരു ട്രയാങ്കിൾ, ഇപ്പോൾ വേറെ ട്രയാങ്കിൾ വരക്കാൻ പറഞ്ഞു. എത്ര അറിയും? 8 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ ഇങ്ങനെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഒന്ന് വരച്ചു. ആദ്യം എന്ത് ചെയ്തു? ഒരു സൈഡ് വരച്ചു. ഒരു സൈഡ് 8 സെൻറ്റിമീറ്ററിൽ ഒരു സൈഡ് വരച്ചു. ഓക്കെ, 8 സെൻറ്റിമീറ്ററിൽ ഒരു സൈഡ് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അടുത്തത് 4 സെൻറ്റിമീറ്റർ എടുത്തു. 4 സെൻറ്റിമീറ്ററിൽ നമ്മൾ നേരത്തെ നമുക്ക് 3 അളവുണ്ടെങ്കിൽ അങ്ങനെയല്ലേ വരയ്ക്കുക. 4 സെൻറ്റിമീറ്ററിൽ ഞാൻ ഇവിടെ ഒന്ന് വരച്ചു. ഓക്കെ, 4 സെൻറ്റിമീറ്ററിൽ ഒരു ചാപം വരച്ചു. ഓക്കെ, പിന്നെന്ത് ചെയ്തു? 3 സെൻറ്റിമീറ്ററിലൊന്നും വരച്ചു. 3 സെൻറ്റിമീറ്ററിലൊന്നും വരച്ചു. ഇവിടെ വെച്ചിട്ട് 3 സെൻറ്റിമീറ്ററിലൊന്ന് വരച്ചു. ഇപ്പോൾ എന്താണ്? ഇത് രണ്ടും ക്രോസ് ചെയ്യുന്നുണ്ടോ? ക്രോസ് ചെയ്താലല്ലേ നമുക്ക് അടുത്ത പോയിൻ്റ് കിട്ടുള്ളൂ. എന്നാലല്ലേ നമുക്ക് ട്രയാങ്കിൾ വരക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വി കനോട്ട് ഡ്രോ എ ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് മസ്റ്റ് ബി, എങ്ങനെയാണ് അതിൻ്റെ ഇത്? ക്ലോസ് എന്താണ്? ദർ ഈസ് എ ക്ലോസ്. ദ ബിഗ്ഗസ്റ്റ് സൈഡ് മസ്റ്റ് ബി ലെസ് ദാൻ the sum of the other two sides. The biggest side must be less than the sum of the two sides. Other two sides. Other two sides means other smallest sides. അത് സ്മാളസ്റ്റ് ആയിട്ടുള്ള 2 സൈഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ 2 സ്മാൾ സൈഡിൻ്റെ സമ്മ് തുക മറ്റിനേക്കാൾ കൂടുതലായിരിക്കണം. വലിയ സൈഡിനേക്കാൾ കൂടുതലായിരിക്കണം. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ട്രയാങ്കിൾ വരക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിൽ ചുറ്റളവ് 15 സെൻറ്റിമീറ്ററും ഒരു സൈഡ് 6 സെൻറ്റിമീറ്ററും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ എത്ര ട്രയാങ്കിൾ വരക്കാം എന്നാണ് ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യേണ്ടത് അറിയാം. 15 സെൻറ്റിമീറ്ററാണ് ചുറ്റളവ് അല്ലേ? അപ്പോൾ 1 6 സെൻറ്റിമീറ്ററാണ്. 1 6 സെൻറ്റിമീറ്ററാണ് അല്ലേ? അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 6 ഇനി 2 സൈഡും ഇവിടെ കൂടിയാൽ ബാക്കി 15-ൽ ബാക്കി എത്ര ഉള്ളത്? 9 അല്ലല്ലത്. ആ 9-നെങ്ങനെ പീസാക്കി വെക്കുക. 9-നെ 2 ഭാഗമാക്കി വെക്കുക.
അപ്പോൾ 6 സെൻറ്റിമീറ്റർ. ഇനി ഞാൻ എന്താ ചെയ്ത് 9നെ ഞാൻ എന്ത് ചെയ്തു 3, 9 എന്ന് എഴുതി. 3, 9 എന്ന് എഴുതി. പിന്നെ 6 സെൻറ്റിമീറ്റർ. പിന്നെ ഞാൻ എന്ത് ചെയ്തു 8, 1 എന്ന് എഴുതി. 8, 1. അപ്പോഴും ശരിയല്ലേ 9. പിന്നെ 6 സെൻറ്റിമീറ്റർ. 5, 4 എന്ന് എഴുതി. 5, 4. അപ്പോഴും കൂട്ടി വയ്ക്കിയാൽ 5, 4, 9, 6, 15. ഇനി 6 സെൻറ്റിമീറ്റർ. പിന്നെ 2, 7. അപ്പോഴും എന്താണ് 7, 2, 9, 15. അടുത്തത് 6 സെൻറ്റിമീറ്റർ. 4, 5 എഴുതി. 2, 7. പിന്നെ ഏതാ 6, 3. 6, 3. അപ്പോഴും എന്താണ് 6, 3, 9, 15. അപ്പോഴും പറ്റും. പിന്നെ ഏതാ പറ്റുക 2, 7. അപ്പോൾ നോക്കട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്തു അല്ലേ. ഇപ്പോൾ 6ഉം ബാക്കി 2 ആഡ് ചെയ്താൽ ഇതിനേക്കാൾ കൂടുതലാണല്ലോ കിട്ടണത് അല്ലേ. ഇനി നോക്കുക, ഇത് 6, 3, 9 അല്ലേ. ഇത് വലിയ സൈഡ് എത്രയാണ്? വലിയ സൈഡ് എത്രയാണ്? അല്ല 3, 9 പറ്റൂല. സോറി 3, 9 പറ്റൂല. 3, 6 പറ്റുള്ളൂ അല്ലേ. 3, 9 പറ്റൂല. കാരണം അപ്പം എത്രയായി? 12, 18 ആയില്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. ഇത് വേണ്ട, ഇത് നമുക്ക് വേണ്ട കേട്ടോ. ഇവിടെ നോക്കുക, ഇവിടെ വലിയ സൈഡ്, ഇവിടെ 3 സൈഡ് കിട്ടിയില്ലേ. ഇത് ആദ്യം 3 ആഡ് ചെയ്ത് നോക്കുക. 6ഉം 8ഉം 1 എത്രയാണ്? 15. ഓക്കെയാണ് 15. അത് ക്ലോസ് കറക്റ്റാണ് അല്ലേ. 3ഉം എല്ലാതും ചുറ്റളവ് 15ആണ്. അതിൻ്റെ പെരിമീറ്റർ 15ആണ്. അപ്പോൾ ഇത് ഓക്കെയാണ്. ഇനി രണ്ടാമത് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? വലിയ സൈഡിനേക്കാൾ കൂടുതലായിരിക്കണം ചെറിയ 2 സൈഡിൻ്റെ തുക അല്ലേ. അങ്ങനെയല്ലേ നമ്മളെ ക്ലോസ്. അപ്പോൾ ഇവിടെ വലിയ സൈഡ് 8ആണ്. വലിയ സൈഡ് 8ആണ്. ഇനി മറ്റേ 2ഉം കൂട്ടിയാൽ എത്ര കിട്ടുള്ളൂ? 7 കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പറ്റൂല. അത് ഒരു ട്രയാങ്കിൾ അല്ല. പിന്നെ ഇവിടെ വലിയ സൈഡ് 6ആണ് അല്ലേ. അതിനേക്കാൾ കൂടുതലാണ് 5ഉം 4ഉം. അപ്പോൾ ഇത് ഒരു ട്രയാങ്കിളാണ് അല്ലേ. ഇനി അടുത്ത് നോക്കുക, 2ഉം 7ഉം ഇത് ഒക്കെ പാടെ കൂട്ടിയാൽ 15ആണ് അല്ലേ. 15 അല്ലേ. എന്നിട്ട് വലിയ ഇത് സൈഡ് 7ആണ്. ഇത് 2ഉം കൂട്ടിയ 8ആണ്. അപ്പോൾ 7നേക്കാൾ കൂടുതലാണ് ഇതിൻ്റെ സമ്മ്. അപ്പോൾ ഇതും പറ്റും. മനസ്സിലായോ? ഇനി അടുത്ത് 6 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. ഇത് 6, 6, 12, 12, 3, 15. ചുറ്റളവ് 15ആണ്. പിന്നെ ഇവിടെ ഒരു സൈഡ് 6ആണ്. ഒരു സൈഡ് 6ആണ്. അതിനേക്കാൾ കൂടുതലാണ് മറ്റേ 2 സൈഡും. അതിനേക്കാൾ കൂടുതലാണ് മറ്റേ 2 സൈഡും. മനസ്സിലായോ? അപ്പോൾ അതും പറ്റും. അപ്പോൾ ഇങ്ങനെ 3 സൈഡ് കിട്ടും നമുക്ക്. ഇനി ഏതെങ്കിലും ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇതെങ്ങനെമാരി ഉണ്ടാക്കാൻ കഴിയുമോ നോക്കുക. 9ആണ് വേണ്ടത്. സമ്മ് ഇവിടെ 9ആണ് വേണ്ടത്. ഇവിടെ 6. അപ്പോൾ ഇപ്പോൾ നമുക്ക് 3 ഇത് കിട്ടി. 1, 6, 5, 4 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുക. പിന്നെ 6, 2, 7 പറഞ്ഞിട്ട് ട്രയാങ്കിൾ ഉണ്ടാക്കുക. പിന്നെ 6, 6, 3 എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ടാക്കാം. ഇനി വല്ല ട്രയാങ്കിളും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഇത് 1-2 ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു അതെങ്ങനെയാണ് എന്നില്ലേ. മനസ്സിലായോ? അപ്പോൾ എന്താണ് ക്ലോസ് മനസ്സിലായി. ഈ ക്ലോസാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ്? 3 സൈഡ് തന്നാൽ
വലിയ സൈഡിനേക്കാൾ കൂടുതലായിരിക്കണം ചെറിയ രണ്ട് സൈഡിൻ്റെ തുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതൊരു ത്രികോണാവുള്ളൂ, ഒരു ട്രയാങ്കിൾ ആവുള്ളൂ. അത് വെച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. മനസ്സിലായോ? ഇവിടെ ചുറ്റളവ് 15 ആയതുകൊണ്ട് ഇതും വേണം, മൂന്നും പാടെ കൂട്ടിയ 15 ആകും വേണം. പിന്നെ ഒരു സൈഡ് എപ്പോഴും 6 ആകണം എന്നും പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള രണ്ട് സൈഡും എന്താണ് എണ്ണൽ സംഖ്യയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 4.5 3.2 ഒക്കെ എടുക്കുക, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാക്കുക. പക്ഷേ മറ്റെല്ലാ സൈഡും എന്താകണം, ഒരു എണ്ണൽ സംഖ്യ ആയിരിക്കണം, നാച്ചുറൽ നമ്പർ ആയിരിക്കണം എന്നുള്ളൊരു ക്ലോസും കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ ട്രയാങ്കിളിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ എത്രയേ ഉള്ളൂ ട്രയാങ്കിൾ നിർമ്മിതി എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഇല്ല ടാസ്കിന് മറുപടി ഞാൻ പറഞ്ഞു അല്ലേ. ഇത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ടാസ്ക് കിട്ടും. അതായത് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് ഈക്വൽ ആണോ അല്ലേ എന്നുള്ളത് ഈ ടാസ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായോ? എന്നിട്ട് ഇത് ചെയ്തിട്ട് എന്നോട് പറയാം ഉത്തരം. ഓക്കെ. ഇത് നിർബന്ധമായിട്ട് ഈ വീഡിയോ 1 2 വട്ടം കണ്ടോളി. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക കേട്ടോ. ഓക്കെ. അസ്സലാമു അലൈക്കും.